ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം തിയേറ്ററിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ, ഏകദേശം ഒരു 14,000 രൂപ 15,000 രൂപയ്ക്കൊക്കെ ഡെയിലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡഡ് ഹോം തിയേറ്ററിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഹോം തിയേറ്ററിൻ്റെ സ്പീക്കർ, സൗണ്ട് ബാർ വരുന്നത് കേട്ടോ. അതായത് 3 സ്പീക്കർ വരുന്നുണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. ഇത് നമ്മളെ സോണിയുടെ കേട്ടോ, പൊടിയാണ് കേട്ടോ. ഒക്കെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടി വിയുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. ടി വി നമ്മളെ സാംസങ്ങിൻ്റെ ടി വിയാണ് കേട്ടോ. 43 ഇഞ്ച് ടി വിയാണ് സാംസങ്ങിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സബ് വൂഫർ വരുന്നത് ഇതാണ് കേട്ടോ. ഇതിന് മോഡൽ നമ്പർ എന്ന് പറയുന്നത് സോണി HD-S20R എന്ന് പറഞ്ഞ മോഡലാട്ടോ ഈ ഹോം തിയേറ്റർ. അപ്പോൾ ഇതിൻ്റെ റിയർ സ്പീക്കർ ഞാൻ കാണിച്ചു തരാം. സറൗണ്ട് സ്പീക്കർ ഇതാണ്, ലെഫ്റ്റും റൈറ്റും. ഇതാണ് ഇതിൻ്റെ സറൗണ്ട് സ്പീക്കർ വരുന്നത്. ഇത് ഞാൻ 2 കോണിലാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 കോണിൽ സ്പീക്കർ വെച്ചിട്ടുള്ളത്. അതുപോലെ ടി വി ഇത് അവിടെ ഇരിക്കുന്നു. താഴെ സൗണ്ട് ബാർ എന്ന സബ് വൂഫർ, മേലെ സൗണ്ട് വൂഫർ, ടി വിയുടെ അടിയിലായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുള്ള നമ്മൾ HDMI കേബിൾ വഴി കേട്ടോ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം കൂടി നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. അനലോഗ് HDMI ഔട്ട്, ടി വിന് ഒപ്റ്റിക്കൽ. ഇതിപ്പോൾ നമ്മൾ 4K HDMI കേബിൾ കേട്ടോ, ഹൈ ക്വാളിറ്റി കേബിൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹോം തിയേറ്റർ ARC ഉള്ള ഹോം തിയേറ്റർ ഉണ്ടോ, അത് ERC അല്ല ARC കേട്ടോ. അതുപോലെ ഇതിൻ്റെ കണക്ടർ ഇത് അവിടെ ഇരുന്നു, ഫ്രണ്ട് സെൻറ്റർ സറൗണ്ട് ആക്കാം. പിന്നെ ഇതൊരു ഡോൾബി ലൈസൻസ്ഡ് ഹോം തിയേറ്റർ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഇവിടെ എഴുതിയിട്ടുണ്ട്, എനിക്കത് മനസ്സിലാക്കും. ലൈസൻസ്ഡ് ഫ്രം ഡോൾബി ലബോറട്ടറി, ഡോൾബി ഓഡിയോ ഒക്കെ സപ്പോർട്ടാണ്. ഇത് ഏകദേശം വരുന്നത് 400 വാട്ട്സ് കേട്ടോ. അതായത് 400 വാട്ട്സാണ് ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇപ്പം ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തിൽ കൂടുതലായി. അതാണ് റിമോട്ടൊക്കെ ഈ കോലായത്, താഴെയൊക്കെ വീണേ. പക്ഷേ ഈ റിമോട്ടിലൊരു ഹിഡൻ ഫീച്ചർ ഉണ്ട് കേട്ടോ. കാരണം ഈ റിമോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം ഞങ്ങൾക്ക് ഇതിൽ സറൗണ്ട് സ്പീക്കറിൻ്റെ വോളിയം കൂട്ടാനൊരു ഓപ്ഷനായിട്ട് ഒന്നും ഇതിൽ കാണുന്നില്ല. ഞാൻ വാങ്ങിയ ടൈമിലൊക്കെ ഞാൻ ആകെ എനിക്കിതിനെ വെച്ചാൽ അറിയില്ലായിരുന്നു കേട്ടോ, ഇതെങ്ങനെ ഇതിൻ്റെ സറൗണ്ട് സ്പീക്കറിൻ്റെ വോളിയം കൂട്ടാൻ പറ്റുമെന്ന് പോലും എനിക്കറിയായിരുന്നു. കണ്ടിന്യൂ ആകെ ഉള്ളത് സബ് വൂഫറിൻ്റെ വോളിയം ഉണ്ട്, പിന്നെ മെനു, പിന്നെ ബാക്ക് ബട്ടന്, വോയിസ്, ഇതൊക്കെ ഓരോ മോഡുകൾ കേട്ടോ. വോയിസ്, മ്യൂസിക്, സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡുകളാണ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പാട്ട് നെക്സ്റ്റ് അടിച്ചാൽ അത് നമ്മൾ USB ഉപയോഗിച്ച് പാട്ട് വെക്കുമ്പോൾ പാട്ട് നെക്സ്റ്റ് എത്തുള്ള ഓപ്ഷനൊക്കെ കാണും കേട്ടോ. ഇതിലൊരു ഇടൻ ഫീച്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണത്. എങ്ങനെയാണ് ഇതിൻ്റെ സറൗണ്ട് സ്പീക്കറിൻ്റെ വോളിയം കൂട്ടാമെന്നാണ് അന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് സറൗണ്ട് സ്പീക്കറിൻ്റെ വോളിയം കൂട്ടാമെന്ന് നോക്കാം നമുക്ക്. ഞാൻ ഓണാക്കാൻ പോകട്ടോ. ഇത് ബട്ടൺ അമർത്തി, ഓക്കെ പ്ലീസ് വെയിറ്റ്,
ഓണായി വരുന്നുണ്ട്. ഓക്കെ, ടി വി വന്നു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സറൗണ്ട് സ്പീക്കറിൻ്റെ വോളിയം എങ്ങനെ കൂട്ടാമെന്നാണ്. അപ്പോൾ അതിന് ആദ്യം എടുക്കേണ്ടത് നമ്മുടെ മെനു, റിമോട്ടിൽ മെനു അമർത്തുക. അപ്പോൾ അത് ഒരു സ്ക്രീനിൽ കാണാം കറണ്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇതിലിതാ ഈ ഒരു ബട്ടൺ കാണാം, താഴത്തോട്ടും മേലത്തോട്ടുള്ള ഓപ്ഷൻ നീക്കാനുള്ള. അപ്പോൾ ഇത് നീക്കുക. അപ്പോൾ നീക്കിയപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ സ്പീക്കർ എന്ന് വന്നു കേട്ടോ. സ്പീക്കർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റിമോട്ടിൽ എൻ്റർ അമർത്തുക. ഇപ്പം നമ്മളവിടെ ഓപ്ഷൻ വന്നു മൾട്ടി എന്ന് വന്നു. വീണ്ടും നമ്മൾ എന്തിട്ടു താഴത്തോട്ട് ഓപ്ഷൻ നീക്കി കഴിഞ്ഞാൽ ഓക്കെ ആ വന്നു സറൗണ്ട് ലെഫ്റ്റ് വന്നു. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ എൻ്റർ അമർത്തുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വോളിയത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4.5 മീറ്ററാണ് കാണിക്കുന്നത്. അതിങ്ങനെ കൂട്ടാൻ പറ്റും, നമുക്ക് 6 വരെ കൂട്ടാം. അപ്പോൾ അതിനനുസരിച്ച് വോളിയം കൂടും. ഇപ്പം ഞാൻ 4.5 അപ്പോൾ അത് ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് അതിങ്ങനെ കൂട്ടാണ്ട്. അപ്പോൾ 4.7 ആയി. ഞാൻ കൂട്ടുന്നതനുസരിച്ച് ഇങ്ങനെ കൂടും. അവിടെ ഇതിങ്ങനെ നിൽക്കുന്നതനുസരിച്ച് ഈ ഒരു ബട്ടൺ ഇങ്ങനെ നീക്കുന്നതനുസരിച്ച് വോളിയം ഇങ്ങനെ 6 വരെ നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വോളിയം വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്യാം. ആവശ്യമുള്ള വോളിയം റൂമിനനുസരിച്ചിട്ട്, റൂമിൻ്റെ വലുപ്പവും വീതിയൊക്കെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ സൗണ്ട് കൂട്ടാനും കുറക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ 5 വേണ്ടത്. അപ്പോൾ ഞാൻ 5 ആയപ്പോൾ റിമോട്ടിൽ എൻ്റർ അടിച്ചു. ഓക്കെ, അത് ഓക്കെ ആയി. അപ്പോൾ വീണ്ടും നമ്മൾ എന്തടി ഈ ഒരു മെനു താഴത്തോട്ട് എടുത്തപ്പോൾ ഇതുണ്ട് സറൗണ്ട് റൈറ്റ് വന്നു ഇവിടെ. അപ്പോൾ വീണ്ടും നമ്മൾ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം വീണ്ടും താഴത്തോട്ട് നിൽക്കുമ്പോൾ 4.4 ആയി. അപ്പോൾ ഇതിൽ നമുക്ക് 5 നീക്കാം. ഇതുണ്ടോ, ഈ ഒരു ബട്ടണ് താഴത്തോട്ട് നിൽക്കുമ്പോൾ കുറയും, മേലത്തോട്ട് നിൽക്കുമ്പോൾ കൂടും. നമുക്കത് 5 ആക്കി വെക്കാം. ഓക്കെ, നമുക്ക് 5 അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള 6 വരെ ആക്കാൻ പറ്റും. എൻ്റർ അടിച്ചു, അത് ഓക്കെ ആയി. ഇനി നേരെ നമുക്ക് മെനു അടിച്ച് ബാക്ക് അടിക്കുക. ഓക്കെ, ഇത്രയുള്ള പരിപാടി ഇട്ടില്ല കൂട്ടാൻ. സംഗതി മനസ്സിലായില്ലേ? ഈ ഒരു മെനു ബട്ടൺ അമർത്തുക, എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യുക ഏതാ വേണ്ടതെന്ന്. ഓക്കെ ബട്ടൺ ആയിട്ട് നമുക്ക് എൻ്റർ അടിക്കുക. അതുപോലെ അതിൽ വോളിയം കൂട്ടാനും കുറക്കാനും ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുക. പിന്നെ ഓക്കെ അടിക്കാൻ വീണ്ടും എൻ്റർ അടിക്കുക. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. ഇത് വളരെ എളുപ്പമായിട്ട് മാറ്റാം. അതായത് ഇപ്പോൾ സോണിയുടെ HD S20R HD S40R ഒക്കെ ഹോം തിയേറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.